പരിമള ആൻഡ് കോ, ഉർവശി, ജയറാം, മിഷ്കിൻ, മറ്റേ യോഗി ബാബു, സാൻഡി മാസ്റ്റർ, ഇവരൊക്കെയാണ് മെയിൻ റോൾ കൈകാര്യം ചെയ്യുന്നത്. എൻ്റെ ഒരു കഥാസാരം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സാധാ ഒരു ഫാമിലി, ജയറാം, ഉർവശി, ഭാര്യ ഭർത്താക്കന്മാർ, അവർക്ക് 2 പെൺമക്കൾ, പ്രായപൂർത്തിയായ 2 പെൺമക്കൾ, ഒരു സമ്പന്നമായ ഒരു കുടുംബജീവിതം നയിക്കുന്നു. എല്ലാ പെണ്ണുങ്ങൾ തമ്മിൽ തമാശയും അടിയും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്ന ഒരു കുടുംബത്തിൽ ഒരു ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വരുന്നു. അതാണ് കഥ. കഥ വന്ന് അവിടുത്തെ 2ാമത്തെ കൊച്ചിനെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തു. അവളെ കെട്ടണം, ഒരു ഭയങ്കര റൗഡിയാണ് ടോർച്ചർ ചെയ്യുന്നത്. ഭയങ്കര റൗഡി ടോർച്ചർ ചെയ്ത് ഈ പെണ്ണിനെ ഒരു രക്ഷയുമില്ലാത്ത രീതിയിൽ, ജീവിക്കാൻ സമ്മതിക്കില്ലാത്ത രീതിയിൽ നടത്തുന്നു. അത് കഴിഞ്ഞപ്പം ജയറാമിന് ഒന്നും പ്രതികാരം ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇവൻ ഭയങ്കര റൗഡിയാണ്. ഉർവശിക്ക് ഭയങ്കര ഏകദേശം എല്ലാം കൊണ്ടും ഒരു രക്ഷയില്ല. ഇവനെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒരു ദിവസം മാർക്കറ്റിൽ ഇവൻ മരിച്ചു കിടക്കുന്നത്. അത് ആരാ കൊന്നെന്നറിയത്തില്ല. കൈവെട്ടി കളഞ്ഞിട്ടുണ്ട്. ഇവനെ കഴുത്ത് ഞെരിച്ച് വളരെ ക്രൂരമായിട്ട് കൊന്നിട്ടിരിക്കുന്നു. പിന്നെ ഉള്ള കാര്യമാണ് കഥ. അത് അടിപൊളിയായിട്ടാണ്. എല്ലാവർക്കും എല്ലാവരെയും സംശയം. ഉർവശിക്ക് ജയറാമിനെ സംശയം, ജയറാമിന് ഉർവശിനെ സംശയം, അവർക്ക് അവരുടെ പിള്ളേരെ സംശയം, പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം. ഇവർ കൊട്ടേഷൻ വെച്ച് കൊന്നതാണെന്നാണ് ഇവരുടെ വിചാരം. പിന്നെ കാണിക്കുന്ന കഥാപാത്രങ്ങളെ മുഴുവൻ നമ്മൾ സംശയത്തിൽ വെക്കുകയാണ്. അത് വെച്ചിട്ട് പോലീസിനെ സംശയം, ഇവൻ്റെ കൂട്ടുകാരെ സംശയം, മരിച്ചവൻ്റെ അമ്മേനെ സംശയം. നമുക്കെല്ലാവർക്കും അതൊരു സംവിധായകൻ്റെ മികവാണ്. അത് അടിപൊളിയായിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അല്ലാതെ അവസാനം നമ്മളൊന്നും വിചാരിക്കാത്ത ആളാണ് ഇവനെ കൊല്ലുന്നത്. അതൊരു സർപ്രൈസാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ നല്ലപോലെ പടം ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഉർവശി കയറി തകർത്ത് വാരുവാണ് പടത്തിൽ. ഒന്നും പറയാനില്ല, വേറെ ലെവലാണ് ഉർവശി. ഓരോ നമ്പറൊക്കെ അടിക്കുന്നത്, പുള്ളിക്കാരത്തിൻ്റെ ഓരോ കരച്ചിലും ചിരിയും അതിൻ്റെയൊക്കെ സീനൊക്കെ സൂപ്പറായിട്ടാണ് ഉർവശി. പഴയ ഉർവശിനെ നമുക്ക് ഓർമ്മ വരും. പഴയ നമ്മുടെ സ്പടികവും മഴവിൽക്കാവടിയൊക്കെ ചെയ്ത ഉർവശിനെയാണ് നമുക്ക് അതിനകത്ത് ഓർമ്മ വരുന്നത്. അതുപോലെ ഇപ്പോൾ ഉർവശിക്ക് ഇച്ചിരി പ്രായമായി എന്നുള്ള കുഴപ്പമുള്ളൂ. പക്ഷേ അഭിനയത്തിൻ്റെ കാര്യത്തിൽ പക്ക, ഒന്നും പറയാനില്ല. പടം കയ്യിലെടുത്തിരിക്കുകയാണ് ഉർവശി. ജയറാമും കൊള്ളാം. പിന്നെ യോഗി ബാബു നല്ല റോള്. യോഗി ബാബുവിൻ്റെ സ്ഥിരം റോള് അറിയാമല്ലോ. എന്നാ ഒരു പേടിപ്പിക്കുന്ന വെച്ചാൽ പേടിച്ച് നിൽക്കുന്ന ഒരു അങ്ങനെ റോൾ. യോഗി ബാബു സ്ഥിരം ചെയ്യുന്നൊരു റോളാണ് യോഗി ബാബു കരുതി. മിഷ്കിൻ നന്നായിട്ടുണ്ട്. ഡയറക്ടർ മിഷ്കിൻ നല്ല റോള് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിനിമ കേട്ടോ. എന്ന് വെച്ചാൽ ഒരു കുടുംബസമേതം കാണാൻ പറ്റുന്ന ഒരു ഡാർക്ക് മൂഡ് കോമഡി ചിത്രം. നമ്മുടെ കോലമ്മാവ് ഗോകില, ഈയിടെ ഇറങ്ങിയ മോഹിനിയാട്ടം, അതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് എന്തായാലും പടം ഇഷ്ടപ്പെടും. നല്ലൊരു കോമഡി, ഡാർക്ക് കോമഡി മൂവി. സുഖമായിട്ട് എല്ലാവർക്കും എന്ന് വെച്ചാൽ ഫാമിലി മുഴുവൻ കാണാൻ പറ്റും. നല്ലൊരു അടിപൊളി സിനിമ കേട്ടോ. ധൈര്യമായിട്ട് കണ്ടു. പരിമള ആൻഡ് കോ. ഓക്കെ.